ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സായിദ് സാഹിബ്, PK ജമാൽ സാഹിബ്, വനിതാ വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CV ജമീല സാഹിബ, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിക് സെൻറ്റർ മസ്ജിദിൻ്റെ ആഭിമുഖ്യത്തിലുള്ള കുടുംബ സംഗമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ പതിവായി നമ്മുടെ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, സഹോദരികൾ, അവരുടെ കുടുംബങ്ങൾ, ഇവരുടെ സംസ്കരണവും വളർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് നിങ്ങളെപ്പോലെ ഞാനും മനസ്സിലാക്കുന്നത്. പള്ളികളെ സംബന്ധിച്ചും പള്ളികളിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമുഖമായ പ്രവർത്തനങ്ങളെപ്പറ്റിയും ഏറെക്കുറെ ധാരണയുള്ളവരായിരിക്കും എൻ്റെ മുമ്പിലിരിക്കുന്നവർ എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ നേരത്തെ അധ്യക്ഷൻ്റെ സംസാരത്തിൽ കേവലം ഒരു ആരാധന നടത്തുന്ന ഒരു ഇടം എന്നതിനപ്പുറം ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന നിലക്ക് നമ്മുടെ പള്ളിയെ ഉയർത്തിക്കൊണ്ടുവരികയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ വിപുലീകരിക്കുകയും ചെയ്യണം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ഒരു പ്രസിഡന്റിന് ഇങ്ങനത്തെ ഒരു യോഗത്തിൽ പറയാവുന്ന ഒരു കാര്യം തന്നെയാണത്. ആ പറഞ്ഞത് ശരിയുമാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ ഒരു നീണ്ട പ്രസംഗത്തിന് ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഇതുപോലുള്ള ഒരു കുടുംബ സംഗമത്തിൽ പല പരിപാടികളും കൂടി കൂടിയതാണ് ഇതിൻ്റെ ഒരു അജണ്ട എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന പ്രസംഗം ആണ് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെ ഇപ്പോൾ അങ്ങോട്ടൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ നമ്മളെ തണുപ്പിക്കാനുള്ള സംവിധാനങ്ങളുടെ ശബ്ദം നമ്മളെ സംസ്കരിക്കാനുള്ള സംവിധാനത്തിൻ്റെ ശബ്ദവും തമ്മിൽ ആപേക്ഷികമായിട്ട് വ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരുപാട് ശബ്ദമുള്ളത് കൊണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കാതിരുന്നാൽ മാത്രമേ ഇവിടെ പറയുന്നത് കേൾക്കാൻ കഴിയൂ. അതുകൊണ്ട് ചെറിയ കുട്ടികളുടെ സാന്നിധ്യം ഇവിടെ കാണുന്നില്ല. അവർക്ക് വേണ്ടി സമാന്തരമായ പരിപാടിയുണ്ട്. താരതമ്യേന മുതിർന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളവർ, പിന്നെ ബാക്കി വലിയ ആളുകളുമാണ്. അതുകൊണ്ട് തമ്മിൽ സംസാരിക്കാതിരിക്കണം എന്ന് കൂട്ടത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. എനിക്ക് സൈലൻ്റ് ആയിട്ടുള്ളൊരു സദസ്സിലല്ലാതെ സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ പള്ളിയെ സംബന്ധിച്ച് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയെ എങ്ങനെയാണ് കണ്ടത് എന്നത് മനസ്സിലാക്കാൻ വളരെ പ്രാഥമികമായ ഒരു അധ്യായമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. സൂറത്തു ഖുറൈശ്, ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് എന്ന് തുടങ്ങുന്ന നമുക്കൊക്കെ മനഃപ്പാഠമുള്ള അധ്യായങ്ങളിൽപ്പെട്ടതാണത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദ്യം ഓതി വെച്ച ഈ ഭാഗം അറേബ്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടും അറബികളുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടുമുള്ള ചില വിഷയങ്ങളാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട്, ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. അതുകൊണ്ട് അവർ ഈ ഭവനത്തിൻ്റെ നാഥന് ഇബാദത്ത് എടുക്കട്ടെ. അവിടെ ഉദ്ദേശിക്കുന്നത് കഅബാലയത്തെയാണ്. അപ്പോൾ കഅബാലയവുമായി ബന്ധപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യം പറയുന്നുണ്ട്. കഅബാലയവുമായി ബന്ധപ്പെടുത്തിയിട്ട് പടച്ചവൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ
നമ്മൾ മുമ്പിൽ വെച്ച് ചിന്തിച്ചാൽ എത്രമാത്രം വിശാലമാണ് പള്ളിയുടെ അജണ്ട എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലദീ അത്അമഹും മിൻ ജൂഅ് വഅമനഹും മിൻ ഖൗഫ്. അവർക്ക് വിശപ്പിന്, അവരുടെ വിശപ്പിന് അവൻ പരിഹാരമുണ്ടാക്കി. അല്ലദീ അത്അമഹും മിൻ ജൂഅ്. പട്ടിണി കിടക്കുന്ന മനുഷ്യനോട് പിന്നെ വേറെ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരുടെ ഏതർത്ഥത്തിലുള്ള വളർച്ചയും ഏത് അർത്ഥത്തിലുള്ള ഉയർച്ചയും ഏത് അർത്ഥത്തിലുള്ള സംസ്കരണവും അവരുടെ ഈ വിശപ്പിന്റെ പരിഹാരം എന്നത് സാധ്യമായാൽ മാത്രമേ നടക്കൂ. അതുകൊണ്ട് അല്ലദീ അത്അമഹും മിൻ ജൂഅ്, അവൻ അവരുടെ വിശപ്പകറ്റി. വഅമനഹും മിൻ ഖൗഫ്, അവർക്ക് നിർഭയത്വം നൽകി. അപ്പോൾ മനുഷ്യന്റെ ശാരീരികമായ ആവശ്യങ്ങളുടെയും അവന്റെ മാനസികമായ ആവശ്യങ്ങളുടെയും പൂർത്തീകരണത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് പള്ളി എന്ന ഒരു കാഴ്ചപ്പാട് കഅബാലയവുമായി ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിൽ സൂറത്ത് ഖുറൈശ് എന്ന് പറയുന്ന അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കഅബാലയത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ മസാബത്തൻ ലിന്നാസി വ അംന എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഒരു അഭയസങ്കേതം, നിർഭയത്വത്തിന്റെയും അഭയത്തിന്റെയും ഒരു കേന്ദ്രം എന്ന ഒരർത്ഥം. അതിനൊക്കെ അപ്പുറത്ത് ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസ് എന്ന് പ്രയോഗിക്കുന്നുണ്ട് ഖുർആൻ. ഭൂമിയിൽ ആദ്യമായി പണിതുയർത്തപ്പെട്ട ഭവനം എന്ന നിലക്ക് കഅബാലയത്തെ വിശേഷിപ്പിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടി എന്നൊരു പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനുഷ്യരെ തട്ടുകളായി തിരിച്ചു കാണുന്നില്ല. നമ്മളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളൊക്കെയും നമ്മുടെ അഭിസംബോധിതരാണ്. വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്, സാമുദായികമായ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, ചുരുങ്ങി നിന്നുകൊണ്ടുമല്ല, മുഴുവൻ മനുഷ്യരെയും മുമ്പിൽ കണ്ടുകൊണ്ടാണ് പള്ളികളുടെ ആളുകൾ ചിന്തിക്കേണ്ടത് എന്ന ഒരാശയം അതിലുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ മുത്തഖി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ മുഅ്മിൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രയോഗങ്ങളൊക്കെ ഖുർആനിൽ ഉണ്ടായിരിക്കെ തന്നെ കഅബാലയവുമായി ബന്ധപ്പെടുത്തി അള്ളാഹു നടത്തിയിട്ടുള്ള പ്രയോഗം വുളിയ ലിന്നാസ്, ഇത് മനുഷ്യർക്ക് വേണ്ടിയിട്ട് വെക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. മുഴുവൻ മനുഷ്യരും നമ്മുടെ അഭിസംബോധിതരാണ്. അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മുടെ മസ്ജിദ് കൗൺസിലൊക്കെ സാധാരണ ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ടൗൺ പള്ളിയാണ്. നമുക്ക് 3 തരത്തിലുള്ള പള്ളികൾ പരിചയമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ നിസ്കാരപ്പള്ളി എന്ന് പറയും, ചിലയിടത്ത് സ്ലാംബിയ, അതുപോലെ തൈക്കാവ് എന്നൊക്കെ പ്രയോഗിക്കുന്ന 5 നേരത്തെ നമസ്കാരം ജമാഅത്തായിട്ട് നടക്കാനുള്ള സംവിധാനമുള്ള പള്ളികളുണ്ട്. അവിടെ ജുമാ ഉണ്ടാവുകയില്ല. രണ്ടാമത്തത് പിന്നെ ജുമാ ജമാഅത്ത് നടക്കുന്ന ടൗൺ പള്ളികളാണ്. അവിടെ ഒരു 12:40 ഖുത്ബ എങ്കിൽ ഒരു 12:15 ചെന്ന് നോക്കിയാലും നമുക്ക് തോന്നുന്നു ഇവിടെ ഒന്നും നടക്കൂല. ഏതോ ഒരു ബംഗാളി എവിടെയോ റൂമിൽ ഇരിക്കുന്നുണ്ടാവും എന്നത് വെച്ചാൽ വിശേഷിച്ചൊന്നും ആ പള്ളിയിൽ നമ്മൾ കാണൂല. പിന്നെ ഇങ്ങനെ ആളുകൾ തട്ടിക്കൂടിയിട്ട് 12:40 12:45 ഒക്കെ ആകുമ്പോഴേക്ക് അത്യാവശ്യം ഒരു സദസ്സുണ്ടാവും. അവിടെ ഒരു ഖുത്ബ നടത്തും. ജമാഅത്ത് സാഹിബിനെ പോലെ ഒരാളെ നിങ്ങൾ ഇങ്ങോട്ട് വരുത്തുമ്പോൾ അതിനനുസരിച്ച് ഈ പള്ളി കമ്മിറ്റി ഉണർന്ന് പ്രവർത്തിച്ചിട്ട് ഈ പള്ളി സജീവാക്കണം. അല്ലാതെ പ്രസംഗ പരിശീലനത്തിന്റെ ആവശ്യമുള്ള ആളല്ല ജമാൽ സാഹിബ്. അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലെ ഒരു മുതിർന്ന പണ്ഡിതനും പ്രഭാഷകനുമായിട്ട് ഉള്ള ആളാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെ ഇതിനേക്കാൾ വലിയ ചടുലതയോടെ ഇത്ര സംവിധാനങ്ങളില്ലാത്ത കാലത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് പി കെ ജമാൽ സാഹിബ്. അത് ഞാനതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ജുമാ നടക്കുന്ന ടൗൺ പള്ളികളുണ്ട്. അവിടെ ജുമായും നടക്കും ജമാഅത്തും നടക്കും. അതൊരു 12:30 ആവുമ്പോൾ ആളുകൾ ഒരു വരവും ഒരു 1:15 1:30 ആവുന്നതോടുകൂടി ആ പള്ളി അങ്ങോട്ട് ഒഴിയും ചെയ്യും. ഒരു 1:45 ചെന്ന് നോക്കിയാൽ ഇവിടെ നിന്നൊരു ജുമാ നടന്നിട്ടുണ്ടോ എന്നതിൻ്റെ ഒരടയാളം ഉണ്ടാവില്ല. അത്തരം പള്ളികളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അതുപോലെ ഒരു ടൗൺ ജുമാ മസ്ജിദാണ്. അപ്പൊ ഇതിന് കൃത്യമായിട്ട് ഒരു മഹല്ലുണ്ടാവുക, അതിന് അതിർവരമ്പുകൾ ഉണ്ടാവുക, അതിൽ കുറെ കുടുംബങ്ങൾ ഉണ്ടാവുക, ആ കുടുംബങ്ങൾ ഇതിൽ അഫിലിയേറ്റ് ചെയ്ത അവസ്ഥയുണ്ടാവുക, അവർക്ക് സ്വന്തമായിട്ടൊരു മക്ബറ, ഒരു ഖബർസ്ഥാൻ ഉണ്ടാവുക. ഇങ്ങനത്തെ വശങ്ങളിലേക്കൊന്നും പോകാത്ത സ്വഭാവത്തിലും നമുക്ക് പള്ളികളുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഇനം പള്ളികൾ. മൂന്നാമത്തത് പൂർണ്ണമായ മഹല്ലാണ്. അവിടെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖബർസ്ഥാൻ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈ ഓരോ സംഗതിക്കും അതിൻ്റെതായ റോളുണ്ട്. ഓരോന്നും പ്രധാനമാണ്. ഓരോന്നിനെയും മുമ്പിൽ കണ്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ
പള്ളി പരിപാലന സംവിധാനം എന്ന നിലക്ക് മസ്ജിദ് കൗൺസിൽ കേരള ആവശ്യമായ നിർദ്ദേശങ്ങളും മാർഗദർശനവും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഏതവസ്ഥയിലും ഈ 3 സംവിധാനങ്ങളിലും അത്യാവശ്യം നടക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ദീനുമായിട്ട് ബന്ധപ്പെടുത്തി. അത് ചുരുക്കി പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഹൃദയത്തിനൊരു സ്ഥാനമുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ ഹൃദയത്തിന്റെ സ്ഥാനം എന്താണ്? എന്ത് പ്രവർത്തനമാണ് ഹൃദയം ശരീരത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെയും വ്യവസ്ഥാപിതവും കാര്യക്ഷമവുമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ അളവിൽ രക്തം പമ്പ് ചെയ്യുക. ഈ ഒരു പണിയാണ് നമ്മുടെ ഹൃദയം ഇങ്ങനെ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്തുകൊണ്ട് ആ ഹൃദയമിടിപ്പുകളിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിലച്ചുപോയാൽ ആള് മയ്യത്തായി പോകും. അതിൻ്റെ കാര്യം, അതിൻ്റെ ശേഷി, അതിൻ്റെ പ്രാപ്തി, അതിൻ്റെ ആ സമയത്ത് എത്ര മിനിറ്റ് സെക്കൻഡിൽ ഇത്ര എന്ന കണക്കൊക്കെ തെറ്റി ഇത് മെടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആവശ്യമായ അളവിൽ രക്തം എത്താതെയാവും, അല്ലെങ്കിൽ ആവശ്യത്തിലേറെ അളവിൽ രക്തം എത്തിയെന്ന് വരും ചിലയിടത്ത്. ഇതൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പൊ സന്തുലിതമായി ഒരു മനുഷ്യ ശരീരത്തെ ജീവസുറ്റതാക്കുന്നതിന് ഒരു ഹൃദയം, ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു ഹൃദയം പോലെ നമ്മളുടെ ഈ സ്ഥാപനം നമ്മളുടെ സംസ്കരണത്തിൽ, നമ്മുടെ ശുദ്ധീകരണത്തിൽ, നമ്മളാക്കുന്നതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അതിൻ്റെ ഒരു കേന്ദ്രമായിട്ട് ഇത് മാറണം എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഖുതുബ കുറെ കാലമായിട്ട് അറബിയിലെ പറ്റൂ എന്ന് കരുതുന്ന ആളുകളുണ്ട്. ഖുതുബ അറബിയിലെ പറ്റൂ, കാരണം നമസ്കാരം അറബി ഭാഷയിലാണ്, അതുകൊണ്ട് ഖുതുബ അറബി ഭാഷയിലാവണം എന്നാണ് അവർ പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമസ്കാരം അറബി ഭാഷയിലാണ് എന്ന ഒരു തെറ്റായ നിഗമനത്തിൽ നിന്നാണ് ഖുതുബ അറബി ഭാഷയിലാവണം എന്ന തെറ്റായ നിഗമനത്തിൽ അവരെത്തിയിട്ടുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ കരുതുന്നവർ കരുതുന്നു നമസ്കാരം അറബി ഭാഷയിലാണ് നിർവഹിക്കുന്നത് എന്ന്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമസ്കാരം അറബി ഭാഷയിലല്ല നിർവഹിക്കുന്നത്. നിസ്കാരം അറബി ഭാഷയിൽ നിർവഹിച്ചാൽ നിസ്കാരം ആവുകയുമില്ല. ഞാൻ വേണമെങ്കിൽ എന്തപ്പോ ഇയാൾ വന്നിട്ട് ഈ പറയണത് എന്ന് നിങ്ങൾക്കൊരു പക്ഷെ തോന്നുന്നുണ്ടാവും. ഞാൻ ഉദാഹരണം പറയാം. നമ്മളിപ്പോ നമസ്കാരത്തിൽ റുക്കുവിലേക്ക് പോയി കഴിയുന്ന അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുവിലേക്ക് പോയി, റുക്കുവിൽ നിന്ന് നിവർന്ന് നിന്ന ഉടനെ റബ്ബന ലക്കൽ ഹംദു എന്ന് പറയും, അങ്ങനെ അതിന്റെ ബാക്കിയും പറയും. അപ്പൊ തൽക്കാലം ഇപ്പൊ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വേഗം ചുരുക്കി പറയാണ്, റബ്ബന ലക്കൽ ഹംദു എന്ന് പറയും. റബ്ബന ലക്കൽ ഹംദു എന്നതിന് പകരം ഇലാഹന ലക്കൽ ഹംദു എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയുന്ന ഏതെങ്കിലും മനുഷ്യനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത്രയും കാലമായിട്ട് എവിടെ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. നമ്മളുടെ ഇടയിൽ മദ്ഹബീപരമായ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഭാര്യ, അതായത് ഒളു എടുത്തുകൊണ്ട് സ്വന്തം ഭാര്യയെ തൊട്ടാൽ ഒളു മുറിയും എന്ന് കരുതുന്ന ഷാഫി മദ്ഹബുണ്ട്. ഏത് പെണ്ണിനെ തൊട്ടാലും ഒളു മുറിയില്ല എന്ന് കരുതുന്ന ഹനഫി മദ്ഹബുണ്ട്. ഇത്രത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കിടയിൽ വീക്ഷണപരമായിട്ട് ഉണ്ടായിരിക്കെ നമസ്കാരത്തിൽ ഈ ഒരു റബ്ബന ലക്കൽ ഹംദ് മാത്രമല്ല, നമസ്കാരത്തിൽ നമ്മൾ ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും അറബിയിൽ വേറൊരു സെന്റൻസ് പറഞ്ഞാൽ പോരാ. അതിപ്പോ വജ്ജഹത്തുവിന്റെ ഒരു പാരഡി അല്ലെങ്കിൽ അത്തഹിയാത്തിന്റെ ഒരു പാരഡി അറബിയിൽ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാനും എനിക്കത് പറഞ്ഞ് ഫലിപ്പിക്കാനും സമയമെടുക്കും എന്നതുകൊണ്ടാണ് ഏറ്റവും സിമ്പിളായ ഉദാഹരണം ഞാൻ പറയുന്നത്. ഏറ്റവും സിമ്പിളായ ഉദാഹരണമാണ് എന്ത്? റബ്ബന ലക്കൽ ഹംദു. നമ്മൾ റുക്കുവിൽ നിന്ന് നിവർന്ന ഉടനെ റബ്ബന ലക്കൽ ഹംദു എന്നതിന് പകരം ഇലാഹന ലക്കൽ ഹംദു എന്ന് പറയാൻ പറ്റുമോ? റബ്ബന എന്നത് അറബിയാണ്, ഇലാഹന എന്ന് പറയുന്നതും അറബിയാണ്. റബ്ബന എന്ന് പറയുമ്പോൾ നമ്മുടെ റബ്ബ് അള്ളാഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇലാഹന എന്ന് പറയുമ്പോൾ നമ്മുടെ റബ്ബ് ഇലാഹിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നല്ല, ഈ റബ്ബ് എന്ന അറബി വാക്കിനേക്കാൾ സമഗ്രമായതാണ് ഇലാഹ് എന്ന വാക്ക്. അപ്പോ റബ്ബന ലക്കൽ ഹംദു എന്നതിന്റെ സ്ഥാനത്ത് ഇലാഹന ലക്കൽ ഹംദു എന്ന് പറയുമ്പോൾ ദർജ ഒന്നുകൂടി കൂടുകയാണ്, താഴോട്ട് പോരല്ല. എങ്ങനെ ചിന്തിച്ചാലും അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ നമസ്കാരത്തിൽ പറ്റുമോ? പറ്റൂല. കാരണം നമസ്കാരം അറബി ഭാഷയിലല്ല, നമസ്കാരം റസൂലുള്ള പഠിപ്പിച്ചതുപോലെയാണ്. റസൂലുള്ള എങ്ങനെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് അറബി ഭാഷയിലാണ് നമസ്കാരം എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. നമസ്കാരം അറബി ഭാഷയിലല്ല, നമസ്കാരം റസൂലുള്ള പഠിപ്പിച്ചതുപോലെയാണ്. അറബി ഭാഷയിലാണെങ്കിൽ ഇതിനൊക്കെ പര്യായം പറയാൻ പറ്റും. പക്ഷെ ഇന്ന് വരെ നമ്മളാരും അത്തഹിയാത്തിന് വേറെ പര്യായ പദങ്ങൾ, അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് അത്തഹിയാത്തുൽ മുബാറക്കാത്തു സലവാത്തു തയ്യിബാത്തു എന്നതിന് അറബിയിൽ ഒരു പര്യായ പദം ഉണ്ടാക്കാൻ ഒരു പണിയില്ല. വജ്ജഹത്തുവിന് അതുപോലെ ഒരു അറബി പാരഡി വേറെ ഉണ്ടാക്കാം. അതൊന്നും ചൊല്ലാൻ നിസ്കാരാവില്ല. അത് കാരണം സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അപ്പൊ നമസ്കാരം അറബി ഭാഷയിലല്ല, നമസ്കാരം റസൂലുള്ള പഠിപ്പിച്ചതുപോലെയാണ്. ആ പഠിപ്പിച്ച വചനങ്ങൾ അറബി ഭാഷയിലുള്ളതാണ്.
എന്ന് കരുതിയിട്ട് അത് ഒരു വചനം മാറ്റി വേറൊരു വചനം പറയാൻ ഒരു വകുപ്പില്ല. അപ്പൊ ഈ ഒരു നമസ്കാരം അറബി ഭാഷയിലാണ് എന്ന തെറ്റായ നിഗമനത്തിൽ നിന്ന് ഖുതുബയും അറബി ഭാഷയിലാവണം എന്ന് വന്നതോടുകൂടി, നിങ്ങളിപ്പോൾ ഈ അറബി ഭാഷയിൽ ഖുതുബ നടക്കുന്ന പള്ളികളിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഇമാമിന്റെ മുമ്പിൽ അയാൾ കാണുന്ന ഔത്തപ്പള്ളിയിലെ ആ ഒരു ഭാഗത്ത് വളരെ ഭക്തിയാദരവോടുകൂടി കുറച്ച് പ്രായം ചെന്ന കാരണവന്മാർ ഇരിക്കും. ബാക്കി പള്ളിയുടെ മേലെയും അതിൻ്റെ അപ്പുറത്തും ചായ്പിലും സൈഡിലും ഒക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഈ പള്ളിയിൽ പോയിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആ വിഭാഗത്തെ വിമർശിക്കാൻ വേണ്ടി പറയല്ല. നമ്മൾ ഒരു സംവിധാനത്തിന്റെ റൂഹ് കളഞ്ഞപ്പോൾ ആ സംവിധാനം ഒരു പ്രയോജനം ഇല്ലാത്തതായിപ്പോയി. ഇത് വെള്ളിയാഴ്ച ദിവസം ഈ സാധാരണ ഇപ്പം നമ്മൾ ഈ യോഗം വെച്ചത് 10 മണിക്കാണ്. നിങ്ങളൊക്കെ കൂടി തട്ടിക്കൂടി അപ്പോൾ 10:30 ആയി. ആയിക്കോട്ടെ, ഈ ഏതെങ്കിലും ഒരു യോഗം നമ്മൾ ഒരു 12:45 തുടങ്ങുമോ? 12:45 ഏതെങ്കിലും യോഗം തുടങ്ങുമോ? നിങ്ങൾ ആരും 12:45 യോഗം തുടങ്ങുക, 12:40 യോഗം തുടങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കുട്ടിയും വീട്ടിൽ നിന്ന് പോരൂല. എന്ത് സമയമാണ്, ഏത് ഭ്രാന്തനാണ് അതിൻ്റെയൊക്കെ സമയം നിശ്ചയിച്ചത്? 12:45 ഉണ്ടാവും അല്ല യോഗം നടക്കണത് എന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ വീട്ടിലിരിക്കും. പക്ഷേ അള്ള വെള്ളിയാഴ്ച ദിവസം വിളിച്ചിരിക്കുന്നത് എപ്പോഴാ? ജുമാന്റെ ലോഹറിന്റെ സമയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അപ്പം നമ്മൾ അസമയം എന്ന് പറയുന്ന ഒരു സമയത്താണ് അള്ള വിളിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു മനുഷ്യനും ഒരു യോഗം വെക്കൂല. ഈ ജമാൽ സാഹിബും ഞാനും ഒക്കെ ഈ 12:30 ഉള്ള യോഗം കണ്ടിട്ടുള്ളത് ഗൾഫിൽ ഹോട്ടലിൽ വെക്കുന്ന ചില ചെറിയ ബിസിനസ് മീറ്റോ അല്ലെങ്കിൽ പിന്നെ പാർട്ടികളോ മാത്രമാണ്. അല്ലാതെ നമ്മളൊരു നാട്ടിലും ഒരു മനുഷ്യനെയും ഉച്ചക്ക് 12:30 ഒരു യോഗത്തിനും വിളിക്കൂല. വിളിച്ചാൽ അത് വിജയിക്കാനും പോണില്ല. പക്ഷേ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ ജുമാ നടക്കണില്ലേ? ഭാഷ എന്തോ ആട്ടെ നടക്കണ്ടല്ലോ. ഈ അസമയം എന്ന് തോന്നുന്ന സമയത്ത് ചൂടുകാലത്തും മനുഷ്യന്മാർ വരുന്നുണ്ട്, മഴക്കാലത്തും മനുഷ്യന്മാർ വരുന്നുണ്ട്. കാരണം ഇത് റബ്ബുൽ ഇസ്സത്ത് വിളിച്ചതാണ്. അപ്പൊ പള്ളി അള്ളാഹുവിന്റെ വീടാണ്. അവിടെ ഈ ജുമാ എങ്ങനെ നടക്കണമെന്ന് അള്ള തീരുമാനിച്ചതാണ്. അതിന്റെ അജണ്ട അവൻ നിശ്ചയിച്ചതാണ്. അവന് നമ്മൾ റുക്കൂവും സുജൂദും ചെയ്യുന്ന 2 റക്അത്ത് ഒഴിവാക്കിയിട്ട് 2 റക്അത്ത് ചുരുക്കിയിട്ട് അവനുണ്ടാക്കിയ ഒരു ക്രമീകരണമാണ് യഥാർത്ഥത്തിൽ ജുമാ വെള്ളിയാഴ്ച. കാരണം ജുമാക്ക് പോകുന്ന ആളുകളൊന്നും പിന്നെ ലോഹർ നിസ്കരിക്കുന്നില്ല. സ്ത്രീകളും ജുമാക്ക് പോവുകയാണെങ്കിൽ പിന്നെ ലോഹർ നിസ്കരിക്കണ്ട. എൻ്റെ അഭിപ്രായം സ്ത്രീകൾക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജുമാ ഒഴിവാക്കാനുള്ള ഇളവ് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഷാഫി മദ്ഹബുകാരാണ് കേരളക്കരയിലുള്ളത്. കേരളക്കരയിലെ ഷാഫി മദ്ഹബ് ഇമാം ഷാഫി തൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ കിതാബുൽ ഉമ്മിൽ പറയുന്നത്, വലാ ഉഹിബ്ബു ലി അഹദിൻ മിമ്മൻ ലഹു തർക്കുൽ ജുമുഅ അൻ യുസല്ലി അൽ-ളുഹ്റ ഹത്താ യൻസരിഫ അൽ-ഇമാമു ഔ യതഅഖ ഇൻസിറാഫഹു ബിഅൻ യഹ്താത കഅന്നഹു ഇദൻ ഖദ് ഇൻസറഫ. അതായത് ഈ പറഞ്ഞതിന്റെ അർത്ഥം, വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് പോകൽ നിർബന്ധമില്ലാത്ത സ്ത്രീകൾ, കുട്ടികൾ, അടിമകൾ പോലെയുള്ള ആളുകൾ, എന്ന് പറഞ്ഞാൽ പ്രകൃത്യ അസൗകര്യമുള്ള ആളുകൾ, ഈ ആളുകൾ ജുമാക്ക് പോയാൽ ഇമാം ഷാഫി പറയാണ്, വലാ ഉഹിബ്ബു ലി അഹദിൻ, ഒരാളുടെ കാര്യത്തിലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അൻ യുസല്ലി അൽ-ളുഹ്റ, അവർ വീട്ടിൽ വെച്ച് ളുഹർ നമസ്കരിക്കുന്നത്. ഏതുവരെ? ജുമാ ജമാഅത്ത് പള്ളിയിൽ കഴിഞ്ഞു. നിങ്ങളിപ്പോൾ വെള്ളിയാഴ്ചയാണ്, അപ്പൊ ജുമാ പള്ളിയിൽ ബാങ്ക് കേട്ട ഉടനെ ഒന്നുണ്ടാക്കിയിട്ട് ഒരു സ്ത്രീ വീട്ടിലിരുന്ന് ളുഹർ നമസ്കരിക്കുന്നത്, വെള്ളിയാഴ്ച ളുഹർ നമസ്കരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇമാം ഷാഫി പറയാണ്. അതിന് അദ്ദേഹം എന്താ കാരണം പറഞ്ഞത്? ലഅല്ലഹു യഖ്ദിറു അലാ ഇത്തിയാനിൽ ജുമുഅ, ഒരു പക്ഷേ അദ്ദേഹത്തിന് ജുമാക്ക് പോകാൻ പറ്റിയെന്ന് വന്നേക്കാം. ഫയകൂനു ഇത്തിയാനുഹാ ഖൈറൻ ലഹു, എങ്കിൽ ജുമാക്ക് പോക്കാണ് ഉത്തമം. ഇതാണ് ഷാഫി മദ്ഹബ്. എന്ന് പറഞ്ഞാൽ പെണ്ണിനും രോഗിക്കും യാത്രക്കാരനും അടിമക്കും അറസ്റ്റ് മൂലമോ മറ്റോ തടസ്സമുള്ള ആളുകൾക്കുമൊക്കെ ളുഹർ നമസ്കരിക്കലല്ല, ജുമാക്ക് പോക്കാണ് ഉത്തമം. അപ്പൊ ഭർത്താവ് ടൗണിൽ പോയതാണ്, മംഗലാപുരത്ത് പോയതാണ്. അദ്ദേഹം ഒരു പക്ഷേ ജുമാന്റെ തൊട്ട് മുന്നേ വന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ജുമാക്ക് പോകാൻ പറ്റും. അപ്പൊ ജുമാ പിരിഞ്ഞു, പള്ളിയിൽ നിന്ന് ജുമാക്ക് കഴിഞ്ഞിട്ട് ആളുകൾ പോകുന്നത് കണ്ട ശേഷേ പെണ്ണുങ്ങൾ വീട്ടിൽ വെച്ച് ളുഹർ നമസ്കരിക്കാവൂന്ന്. ഇതൊരു വിധി ഇമാം ഷാഫി പറഞ്ഞാൽ, ഞാൻ എൻ്റെ അഭിപ്രായം പറയല്ല. ഇതിന്റെ ഊന്നൽ എന്താണ്? സൗകര്യപ്പെടുന്നിടത്തോളം സ്ത്രീകളും ജുമാക്ക് പോവുകയാണ് വേണ്ടത്. എന്നിട്ട് എന്താണ് അവിടെ നടക്കുന്നത്? തഖ്വ കൊണ്ടുള്ള ഒരു ഉണർത്തലും ഇസ്ലാമിക ജീവിതവുമായി ബന്ധപ്പെട്ട ഉത്ബോധനവും. അപ്പോൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരു പ്രദേശത്തെ സ്ഥിരതാമസക്കാരായ ചുരുങ്ങിയതൊരു 40 കുടുംബങ്ങളിലേക്കെങ്കിലും ഓരോ ആഴ്ചയിലും ഈ ഉണർത്തലിന്റെ സന്ദേശം എത്തണം.
അതാണ് 40 ആൾ വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഹനഫി മദ്ഹബ് അനുസരിച്ച് 3 ആളോ 3 കുടുംബമോ മറ്റോ ഉണ്ടായാലും ജുമാ ശരിയാവും. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. ആ സംവിധാനത്തിന് അള്ളാഹു തന്നെ സമയം നിശ്ചയിച്ചിരിക്കുന്നു. അത് അള്ളാഹുവിന്റെ ഭവനത്തിൽ തന്നെ ആവട്ടെ എന്നുള്ള തീരുമാനിച്ചിരിക്കുന്നു. അവിടെ എന്ത് നടക്കണം എന്നും അവൻ നിശ്ചയിച്ചിരിക്കുന്നു. അതിലേക്ക് അവൻ വിശ്വാസികളെ വിളിച്ചിരിക്കുന്നു. ആ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് സാധാരണഗതിയിൽ അസമയം എന്ന് പറയുന്ന ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സമയത്ത് ഇത് നിശ്ചയിച്ച അന്ന് മുതൽ ഇന്ന് വരെ വളരെ വ്യവസ്ഥാപിതമായി ഈ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ കർമ്മത്തിന്റെ ബാഹ്യമായ ഈ ചട്ടക്കൂടി ഇങ്ങനെ നടക്കുകയും ഈ കർമ്മത്തിലൂടെ കിട്ടേണ്ട ആന്തരികമായ സൽഫലങ്ങൾ കിട്ടാതെ പോവുകയും ചെയ്യുന്നു എന്ന ഒരവസ്ഥ നമുക്കുള്ളത് കൊണ്ടാണ് പള്ളികൾ കേന്ദ്രീകരിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് പള്ളി ഉണ്ടാക്കേണ്ടി വന്നതും പള്ളികൾ കേന്ദ്രീകരിച്ച് ഇതുപോലെയുള്ള പരിപാടികൾ നടത്തേണ്ടി വന്നതും. ഇതാണ് ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സംഗതി, ഞാൻ അതിന് ഒരുപാട് വിശദാംശങ്ങളുണ്ട്, അതിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ പള്ളികൾ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ യഥാർത്ഥ വിശ്വാസിയാക്കാനുള്ളതാണ്. അപ്പോ ആ വിശ്വാസിയെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണോ അത് നിർവഹിക്കാൻ അവനെ തയ്യാറാക്കാനുള്ളതാണ്. ഇതൊരു വലിയ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണ്? അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണ് എന്നറിയണമെങ്കിൽ അള്ളാഹു പ്രവാചകന്മാരെ വല്ല ഉത്തരവാദിത്വവും ഏൽപ്പിച്ചിരുന്നോ എന്നതിൽ ആദ്യം നമുക്ക് ക്ലാരിറ്റി, വ്യക്തത വേണം. അള്ളാഹ് നബിമാർക്ക് വഹയ്യും കൊടുത്തിട്ട് അങ്ങോട്ട് വിട്ടതാണ്, എന്തെങ്കിലും നടക്കട്ടെ, അങ്ങനെയാണോ? അതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാർക്ക് വഹയ്യ് നൽകി അവരെ നിയോഗിച്ചപ്പോൾ അവരിലൂടെ അനിവാര്യമായും നടക്കേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നോഹ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത് ആദൻ നബിയാണ് ഒന്നാമത്തെ പ്രവാചകനെങ്കിലും അദ്ദേഹം ഒരു കുടുംബനായകൻ എന്ന സ്വഭാവത്തിലാണ്. അപ്പോ ഒരു സമൂഹത്തിലേക്ക് വന്ന ഒന്നാമത്തെ നബി നോഹ് നബിയാണ്. ഒരു ചെറുതെങ്കിലും ഒരു സമൂഹത്തിലേക്ക്, ഇത് ഞാൻ കണ്ടുപിടിച്ച് പറയല്ല, ഇന്നി ദഅഉതു ഖൗമി എന്ന് നോഹ് നബി പ്രയോഗിക്കുന്നുണ്ട്. ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, എന്റെ കൗമിനെ ഞാൻ രാത്രിയും പകലും മാറി മാറി വിളിച്ചു. അപ്പൊ ഒരു കൗമുണ്ട് നോഹ് നബിക്ക്. ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം, അല്ല, ആദം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും മക്കളും എന്നല്ലാതെ ഒരു കൗമ് എന്ന അവസ്ഥയിൽ ജനം രൂപപ്പെട്ടു വന്നിട്ടില്ല. മനുഷ്യവംശത്തിന്റെ ആദ്യ ഘട്ടത്തിലെ ഒരവസ്ഥയാണത്. അപ്പൊ ചെറുതെങ്കിലും ഒരു കൗമിലേക്ക് വന്ന, ഒരു ജനതയിലേക്ക് വന്ന ആദ്യത്തെ പ്രവാചകൻ നോഹ് നബി അലൈഹി സ്വലാമാണ്. ഈ നോഹ് നബി അലൈഹി സ്വലാമിനെയും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്കൊരു ലക്ഷ്യമുണ്ട്, ഇന്നതാണ് ആ ലക്ഷ്യം എന്ന് നമ്മോട് പറയുന്നത്. ആയത്ത് സൂറത്തു ശൂറയിലെ 13-ാമത്തെ സൂക്തമാണ്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി. അപ്പോൾ 5 പ്രവാചകന്മാരെ അള്ളാഹ് പ്രയോഗിച്ചു. അതിൽ ആദ്യത്തെ ഒരു ജനതയിലേക്ക് വന്ന ആദ്യത്തെ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാം ഉണ്ട്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. ഉലുൽ അസ്മിൽപ്പെട്ട മറ്റു 3 പ്രവാചകന്മാരുണ്ട്. ഈസാ നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ചരിത്രത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത അവസ്ഥകളിൽ വമ്പിച്ച പ്രാധാന്യമുള്ള 5 പ്രവാചകന്മാരാണിത്. എന്നിട്ട് ഇവർ 5 പേരെയും പരാമർശിച്ചിട്ട് അള്ളാഹ് പറയുന്നത് എന്താണ്? അൻ അഖീമുദ്ദീൻ, അള്ളാഹുവിന്റെ ദീനിനെ സ്ഥാപിച്ച് നിലനിർത്തുക. ഇതാണ് പ്രവാചകന്മാരെ അള്ളാഹ് ഏൽപ്പിച്ച പണി. അതെങ്ങനെയാണ് ആ പണി? റബീഉൽ അവ്വൽ മാസമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാ ചെയ്തത്? നമ്മൾ നബിയെ എന്തൊക്കെ പറഞ്ഞാ പുകഴ്ത്തുന്നത്? എന്തൊക്കെ മദ്ഹ നബിയുടെ മേലിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്ന് നോക്കൂ നിങ്ങൾ. അപ്പോ അവിടുന്ന് മതവും രാഷ്ട്രീയവും കൂടി ചേർന്ന വളരെ സന്തുലിതമായ, ആരോഗ്യകരമായ, സംസ്കാര സമ്പന്നമായ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ജനതയെ സൃഷ്ടിച്ചു മുഹമ്മദ് മുസ്തഫ എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ അതാണ് ഇഖാമത്തുദ്ദീന്റെ പരിപൂർണത എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീന് സ്ഥാപിച്ച് നിലനിർത്തുക എന്ന ഒരു ഉത്തരവാദിത്തമാണ് പ്രവാചകന്മാർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത് എന്ന് വ്യക്തമാണ്. അപ്പൊ എന്റെ ചോദ്യം, പ്രവാചകന്മാർക്ക് അള്ളാഹു ഒരു ലക്ഷ്യം നിശ്ചയിച്ചു കൊടുത്തിട്ട് ആ പ്രവാചകന്മാർ ആ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ട് ആ പ്രവാചകന്മാരുടെ കാലശേഷം നമ്മൾ വന്നപ്പോ ആ ലക്ഷ്യമൊന്നും ഇപ്പൊ ഇവിടെ വേണ്ട, നബിമാർക്ക് എന്തോ ആയിക്കോട്ടെ, നമുക്കിപ്പോ അതൊന്നും പറ്റൂല എന്ന് തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? എങ്കിൽ ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയിട്ട് നബി തന്നെ വേണ്ട എന്നും തീരുമാനിച്ചുകൂടെ? അപ്പൊ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെ സംഘടിച്ചാലും,
നിങ്ങൾ എവിടെ സംഘടിച്ചാലും, ലോകത്തിന്റെ ഏത് മുക്കിലോ മൂലയിലോ ആയാലും, ചരിത്രത്തിന്റെ ഏത് ഘട്ടത്തിലായാലും, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീനിനെ സ്ഥാപിച്ചെടുക്കുക എന്ന പണിയിൽ നിങ്ങൾ ഏർപ്പെടണം. നിങ്ങൾ ആദ്യം ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങലല്ല, ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ദീൻ സ്ഥാപിക്കണം. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ ദീൻ ഉണ്ടാവും. അങ്ങനെ കുടുംബങ്ങളിൽ ദീനുണ്ടാക്കാനുള്ള ശ്രമം നിങ്ങൾ ഫലപ്രദമാക്കി നടത്തിയാൽ നിങ്ങളുടെ സമൂഹത്തിൽ ദീനുണ്ടാകും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇത് മൊത്തം മനുഷ്യർക്കുള്ള പാക്കേജാണ്, മുസ്ലിം സമുദായത്തിന്റെ പദ്ധതിയല്ല. മൊത്തം മനുഷ്യർ ഈ പണിയിലേക്ക് വരണം. അതിന് ദീനറിയാത്ത ആളുകളെ നിങ്ങൾ ദീന് പഠിപ്പിക്കണം, സംസ്കരണം നൽകണം, എന്നിട്ട് അവരെ സംഘടിപ്പിക്കണം. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി നിങ്ങളുടെ സമയവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സമ്മർദ്ദവും നിങ്ങളുടെ സ്വാധീനവും എല്ലാം ഇതിൽ വിനിയോഗിക്കണം. ഇതാണ് മുസ്ലിങ്ങളെ അള്ളാഹ് ഏൽപ്പിച്ച പണി. ഈ മുസ്ലിങ്ങൾ ഈ പണി ചെയ്തിരുന്നുവെങ്കിൽ അവർ ലോകത്തിന്റെ മുമ്പിൽ നേതാക്കളും ജേതാക്കളുമായേനെ. മുസ്ലിങ്ങളെ ഈ പണി അവർ നിർവഹിക്കാത്തിടത്തോളം കാലം അവർക്ക് കാൽ കാശിന്റെ വിലയുണ്ടാവുകയില്ല. സൂറത്ത് മുഹമ്മദിന്റെ അവസാനം പറഞ്ഞ മാതിരി നിങ്ങൾ പിന്തിരിഞ്ഞു പോയ അള്ളാഹ് ഇഖാമത്തുദ്ദീനിന്റെ പാക്കേജ് വേണ്ടാന്ന് വെക്കൂല, പിന്നെന്ത് ചെയ്യും? വേറെ കൂട്ടരെ കൊണ്ടുവരും. നിങ്ങൾക്ക് ഇതിന് സൗകര്യമല്ലേ? നിങ്ങൾ സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ പോകുന്നു, നിങ്ങൾ ആളുകളുടെ വിമർശനങ്ങളെ ഭയക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഒരു ദീന് മനസ്സിലാക്കിയിട്ട് ആ ദീൻ ആചരിക്കാൻ വേണ്ടി ഉത്സാഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നിങ്ങളെ പരിപാടി എങ്കിൽ അള്ളാഹ് പറയാണ്, നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം അള്ളാഹ് വേറൊരു കൂട്ടരെ കൊണ്ടുവരും. അംസാലക്കും, അവര് നിങ്ങളെ പോലെ ആകൂല. അപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ അറബ് ഷെയ്ഖന്മാരെ മാതിരിയല്ല ഹമാസ്. അങ്ങനെ ആവൂല. കാരണം എന്താ? അറബ് ഷെയ്ഖന്മാര് പരാജയപ്പെട്ട ഇടത്ത് വിജയിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് കൊടുന്ന വേറൊരു കൂട്ടരാണത്. ആ കൂട്ടർ ഇവരെ പോലെ ആവൂല എന്ന് പറഞ്ഞ മാതിരി, നമുക്ക് ഈ പണിക്ക് പറ്റില്ലെങ്കിൽ, നമുക്കിതിന് സമയമില്ലെങ്കിൽ, നമുക്കിതിന് ഒഴിവില്ലെങ്കിൽ, നമുക്കിതിന് മനസ്സില്ലെങ്കിൽ നമ്മളെ അള്ളാഹു നീക്കും. എന്നിട്ട് പകരം ഒരു കൂട്ടരെ കൊണ്ടുവരും. സുമ്മലായക്കൂനു അംസാലക്കും, അവര് നിങ്ങളെ പോലെ ആകില്ല. അപ്പൊ പള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന എല്ലാ സംസ്കരണങ്ങളുടെയും സാക്ഷാൽ ഉദ്ദേശ്യം അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തിന് സജ്ജമായ ഒരു സംഘത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിലും ആ ഗൗരവത്തിലും ആ ഗാംഭീര്യത്തിലും ഈ കാര്യങ്ങളെ നിങ്ങൾ കാണണം. ഇതാണ് രണ്ടാമത് എനിക്ക് പറയാനുള്ളത്. ഇതിനും കുറെ വിശദീകരണങ്ങളുണ്ട്, അതിലേക്ക് പോകൽ ഇപ്പോൾ എൻ്റെ ഉദ്ദേശമല്ല. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മുമ്പിൽ ഈ ഇഖാമത്തുദ്ദീനിന്റെ സ്കീം തന്നിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും വ്യക്തിതലത്തിൽ ആചരിച്ച് മരിക്കണവർക്ക് സ്വർഗം. ഞാൻ പല പ്രസംഗത്തിലും ഈ ആശയം പറയാറുണ്ട്, പല ഭാഷയിൽ. അതായത് ഇസ്ലാം എന്ന് പറയുന്നത് ആളുകളെ സ്വകാര്യമായി സ്വർഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു സ്വകാര്യ ഏജൻസിയുടെ പേരല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു നോൻപോയിട്ട് 786 എന്ന് പറഞ്ഞ ഒരു ചന്ദ്രക്കലയും അതുപോലെ ഒരു നമ്പറും ഒരു കളറും ഇങ്ങനെയൊക്കെ കൂടിയിട്ട് നമ്മളിങ്ങനെ കഴിഞ്ഞുകൂടാ. മരിക്കണവർക്ക് സ്വർഗം. ഇങ്ങനെ ആളുകളെ സ്വകാര്യമായി സ്വർഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജൻസിയുടെ പേരല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ഭൂമിയിൽ അള്ളാഹുവിന്റെ അനുസരണത്തിൽ മനുഷ്യ ജീവിതം അരക്കിട്ടുറപ്പിച്ച് സാമൂഹികമായി ഈ നാടിനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് മാറ്റാൻ നടത്തുന്ന പ്രവർത്തനത്തിന്റെ പേരാണ്. സാമൂഹിക മാറ്റം ഉണ്ടാക്കണം. അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹിക മാറ്റം. അള്ളാഹുവിനുള്ള അനുസരണം എന്നതാണ് ഇസ്ലാമിന്റെ സ്പിരിറ്റ്, അല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കലല്ല. അള്ളാഹിനെ ആരാധിക്കുക എന്ന് പറഞ്ഞ പരിപാടി ഏത് തട്ടിപ്പുകാരനും പറ്റും. കള്ളനോട്ടടി, ബ്ലൂ ഫിലിം നിർമ്മാണം, ബാങ്ക് കവർച്ച, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുണ്ടോ ഇതിൽ മുഴുവൻ ഏർപ്പെട്ടുകൊണ്ടും കുറച്ച് സമയത്തൊക്കെ നിർത്തിവെച്ചിട്ട് നമ്മൾ ആചാര്യ പലിശ, പിന്നെ ഹജ്ജിന് കൊണ്ട് കണ്ടിട്ടില്ലേ, വട്ടിപ്പലിശ നടത്തുന്ന ആളാണ്. മൂപ്പര് പറയും, ഇനിയിപ്പോൾ ഒരു ഇടപാട് പുതിയത് തുടങ്ങാൻ സമയമില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വരട്ടെ, ഇത്രേ ഉള്ളൂ. ഈ പരിപാടിയുടെ ഇതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ഒരാൾ നിലകൊള്ളലാണ്. അള്ളാഹുവിനെ റസൂലിനെയും അനുസരിക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക, അവനെ സൂക്ഷിക്കാം. അപ്പൊ അള്ളാഹുവിനെയും അവന്റെ റസൂലിനുമുള്ള അനുസരണത്തിൽ ജീവിതത്തെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ടുള്ള ഈ ദൗത്യം, ഇതൊരു സാമൂഹിക ദൗത്യമാണ്. അതുകൊണ്ട് ഓരോരുത്തരും സംഘം ചേരാനാണ്, ഒറ്റപ്പെടാനല്ല ശ്രമിക്കേണ്ടത്. ഞാൻ എൻ്റെ വീട്ടിൽ ഇസ്ലാം ഉണ്ടാക്കും എന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഇസ്ലാം ഉണ്ടാകൂല. നിങ്ങളുടെ വീട്ടിൽ ഇസ്ലാം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളും എടുത്ത ഇതേ തീരുമാനം വേറെ കുറെ ആളുകളും കൂടി എടുക്കണം. എന്നിട്ട് അവരുടെ വീട്ടിലും ഇസ്ലാം ഉണ്ടാക്കണം. അപ്പോഴേ നിങ്ങളുടെ വളരുന്ന പെൺകുട്ടികൾക്ക് ഇസ്ലാമുള്ള ആൺകുട്ടിയെ കിട്ടൂ.
അല്ലെങ്കിൽ പിന്നെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ആദം നബിന്റെ മക്കളെ കല്യാണം കഴിപ്പിച്ച മാതിരി കല്യാണം കഴിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ദീനുണ്ടാക്കും എന്ന തീരുമാനമെടുത്താൽ ഈ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ നിങ്ങളെപ്പോലെ സമാനമായ തീരുമാനങ്ങൾ എടുത്ത കുറെ കുടുംബങ്ങൾ ഉണ്ടാകണം. അപ്പൊ ഞാൻ നന്നാവണം എന്ന എന്റെ തീരുമാനം ഈ സമൂഹം നന്നായാലേ നടപ്പാക്കാൻ കഴിയൂ എന്നിടത്ത് നിങ്ങൾ എത്തും. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം സംഘടിതമാണ്. അതുകൊണ്ട് സംഘടിത പ്രവർത്തനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന, സംഘടിത ശ്രമങ്ങളെ പിറകോട്ട് വലിക്കുന്ന ഒരു കാര്യത്തിലും നമ്മൾ ഏർപ്പെടാൻ പാടില്ലാത്തതാണ്. സംഘടിത അങ്ങനെയാണ് ഖുർആന്റെ പ്രയോഗം. അല്ലാതെ ഒറ്റക്കല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ അണിയണിയായി. അതും അണിയണിയായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ നിൽക്കണ മാതിരി, ഈ പള്ളിക്കാട്ടിൽ മീസാങ്കല്ല് നിൽക്കണ മാതിരി ഒരുത്തൻ ഇവിടെ മറ്റൊരുത്തൻ അപ്പുറത്ത് ഒപ്പം ഇങ്ങോട്ട് കുറച്ച് തെറ്റി, ഇങ്ങനല്ല. എങ്ങനെ? സ്വഫൻ, അണിയണിയായി. അണിയണിയായി എന്ന് പറഞ്ഞിട്ട്, അണിയണിയായി എന്ന് പറയുമ്പോ തന്നെ ഒരു ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് അവിടെ നിർത്തിയില്ല. അന്നഹും ബുന്യാനുൻ മർസൂസ്, പടുത ചേർന്ന് നിൽക്കുന്ന ഒരു എടുപ്പ് പോലെ. അത്രയും കെട്ടുറപ്പുള്ള സംഘമാണ് ഇസ്ലാം, അള്ളാഹുവിന്റെ വിഭാവന. അപ്പൊ നിങ്ങൾ ഈ മഹല്ല് സംവിധാനത്തിന് ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു ഒരു ഫോറത്തിന്റെ പ്രഖ്യാപനവും കൂടിയാണ് ഇത് എന്ന്. ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷെ ഞാൻ പറയുന്നു, മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഫോറത്തേക്കാൾ കെട്ടുറപ്പുള്ള ഒരു സംഘടനാ സംവിധാനം നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ, ആ സംവിധാനം ഇഖാമത്തുദ്ദീനു വേണ്ടി നിലകൊള്ളുന്നതുമാണെങ്കിൽ, ആ സംവിധാനവുമായുള്ള നിങ്ങളുടെ കണക്ഷൻ ഉറപ്പുവരുത്താത്തിടത്തോളം നിങ്ങളുടെ ഇസ്ലാമിക ബാധ്യത പൂർത്തീകരിക്കപ്പെടുകയില്ല എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. ഇത് വിസ്തരിച്ച് പറയേണ്ടതാണ്. ഇപ്പൊ ഇത്ര പറയാനേ സമയമുള്ളൂ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കണം. അത് ബാക്കി ഇവിടെ പിന്നെ പല പ്രഭാഷകരുമുണ്ട്, അവർ പറയും. അവസാനത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ പല ആളുകളും കുടുംബസമേതം ഗൾഫിൽ പോയിട്ടുണ്ടാവും. ഫാമിലി സ്റ്റാറ്റസ്. ഇതുവരെയും ജീവിതത്തിൽ ഒരിക്കലും വിമാനത്തിൽ കയറിയിട്ടില്ലാത്ത, വിമാനം എന്ന് പറയുന്നത് മുറ്റത്ത് നിന്നിട്ട് മേലോട്ട് നോക്കുമ്പോൾ ആകാശത്ത് കൂടി പോകുന്ന ഒരു അനുഭവം മാത്രമായി കണ്ടിരുന്ന ഒരു മാപ്പിള പെണ്ണ് ഭർത്താവിനോടൊപ്പം ആദ്യമായിട്ട് വിമാനത്തിൽ കയറുകയാണ്. അങ്ങനെ കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, 2-3 മക്കളുണ്ട്, പിന്നെ ഭർത്താവുണ്ട്. ഭർത്താവിന് ഗൾഫിൽ ഫാമിലി സ്റ്റാറ്റസ് ഉള്ള ജോലി കിട്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഇവിടെ ചെന്നു, എയർപോർട്ടിൽ ചെന്നിട്ട് ബോർഡിംഗ് പാസ് എടുക്കാൻ നേരത്ത് നോക്കുമ്പോൾ ഈ മോളുടെ പിന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. മോൾക്കല്ല, മോളുടെ പേര്, പാസ്പോർട്ടിൽ മോളുടെ പേര് എഴുതിയതും വിസയിൽ മോളുടെ പേര് എഴുതിയതും തമ്മിലൊരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ വിടൂല, ക്ലിയറൻസ് കിട്ടൂല. അപ്പോൾ 18 വയസ്സോ മറ്റോ ഉള്ള നമ്മുടെ മോൾക്ക് അന്ന് നമ്മുടെ കൂടെ പോരാൻ പറ്റൂല. മോളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ പിന്നെ ഭാര്യൻ്റെ ആങ്ങളുണ്ടോ, ഭാര്യൻ്റെ ആങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മോളെ സംബന്ധിച്ചിടത്തോളം അമ്മാവനാണ്. അല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ അനുജനുണ്ടാവും. ഭർത്താവിൻ്റെ അനുജൻ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എളാപ്പയാണ്. ഇതൊക്കെ അടുത്ത രക്തബന്ധുക്കളാണ്. നമുക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട് ഓലൊന്നും വേണ്ട, ഇവരെ എളാപ്പിയും വേണ്ട, അമ്മോനും വേണ്ട, ഞാനും എൻ്റെ മക്കളും എന്ന് ചിന്തിക്കാൻ കഴിയുന്നതല്ല ഇസ്ലാമിൻ്റെ കുടുംബഘടന. ഇസ്ലാമിൻ്റെ കുടുംബഘടന വലിയ ഭദ്രതയുള്ള ഒരു കോട്ട പോലെയാണ്. ആ കുടുംബഘടനയെ ബലപ്പെടുത്തുന്നതാണ് ഇസ്ലാമിലെ അനന്തരാവകാശം. എന്നോട് വന്നിട്ട് ഒരിക്കൽ ഒരു പള്ളിയിൽ ജുമാ കഴിഞ്ഞിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, എനിക്ക് പൊമ്മക്കൾ മാത്രമേ ഉള്ളൂ, ഞാൻ മരിച്ചപ്പോൾ എൻ്റെ സ്വത്തൊക്കെ അന്യ ആളുകളിലേക്ക് പോകുമോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ആരാണ് ഈ അന്യ ആളുകൾ? എന്നൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. ആരാ ഈ അന്യാൾ? അല്ല, നമ്മളെ അഞ്ചന്മാർ. അപ്പൊ സുബ്ഹാനല്ലാഹ്, നിങ്ങളെ അഞ്ചനെ പറ്റിയാണോ ഈ അന്യൻ എന്ന് പറഞ്ഞത്? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശത്തിന്റെ നിയമം പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബഘടനയുടെ സ്വഭാവം പഠിപ്പിച്ചിട്ട് അതിനെ ബലപ്പെടുത്തുന്ന രീതിയിലാണ്. ആബാഉക്കും അബ്നാഉക്കും ലാ തദറൂന അയ്യുഹും അഖറബു ലഹും നഫഅ. നിങ്ങളെ ഈ പിതാക്കളും നിങ്ങളുടെ ഈ മക്കളും, ഇവരിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുക എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഈ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന മരുമക്കളോട് ഒരു ചിറ്റമ്മ നയം സ്വീകരിക്കും. അവരെ പുറത്തുനിന്ന് വന്ന ഒരു അന്യ പെണ്ണിനെ പോലെ പെരുമാറും. പെരുമാറ്റത്തിലും ഭാഷയിലും പ്രയോഗങ്ങളിലും ഒക്കെ ആ വീട്ടിലൊരു അധികപ്പറ്റ് പോലെ കല്യാണം കഴിഞ്ഞ് വന്നതാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ ചില ആളുകൾ പെരുമാറും. എന്നിട്ട് സ്വന്തം പെമ്മക്കളെ വളരെ സ്നേഹത്തോടെ പരിഗണിക്കും. പിന്നെ എന്താണ് ജമീല അങ്ങോട്ട് പോര്, അല്ലെങ്കിൽ പിന്നെ നഫീസ അങ്ങോട്ട് പോര്, എന്തിനു ചോറ് തിന്നാന്. ഈ ഉമ്മ ഇവരുടെ മകളെ വിളിക്കുന്ന അതേ സ്നേഹത്തിന്റെ ഭാഷയിൽ ആ പെൺകുട്ടിയെയും വിളിക്കണം. പക്ഷെ ഓള് വേണമെങ്കിൽ വന്നോട്ടെ, വലിഞ്ഞു കയറി വന്ന മാതിരി. കുറച്ച് കൊല്ലം കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? ഈ പെമ്മക്കളൊക്കെ അവരുടെ വീട്ടിൽ പോവും. അവർക്ക് അവിടെ ആട്, കോഴി, പൂച്ച, അവരുടെ കുട്ടികൾ, അവരുടെ ട്യൂഷൻ, 100 കൂട്ടം കാര്യം. അവർക്ക് പിന്നെ ഉമ്മാനിപ്പാനെ നോക്കാൻ വരാൻ നേരമില്ല.
അവർ ഉമ്മാക്ക് സീരിയസ് ആണെന്ന് വരുമ്പോൾ അറിയുമ്പോൾ ഒന്ന് ലീവ് എടുത്ത് വന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഉഷാറായിട്ടൊന്ന് കരഞ്ഞ് നഞ്ഞ് പിന്നെ ഞാൻ പോട്ടെ ഉമ്മ എന്ന് ചോദിച്ചു പോകാനേ ഓൽക്ക് നിർവാഹമുള്ളൂ. വല കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിന്നെ ഈ ഉമ്മാനെ നോക്കുന്നത് ഈ അന്യ വീട്ടിൽ നിന്ന് വന്നതും ഈ അകലത്തിൽ നമ്മൾ നിർത്തിയതുമായ ഈ പെൺകുട്ടിയായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ ജീവിതം. ഇതിപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മളെവിടുന്ന തുടങ്ങി വെക്കാം, വന്നത് അവിടേക്ക് തന്നെ പോകാം എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ നമ്മൾ പോവുകയാണ്. എമിഗ്രേഷനിൽ പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ചുരുക്കി പറഞ്ഞ യാത്ര നടക്കൂല. ആരുടെ യാത്ര? നമ്മളെ കൂടെ നമ്മുടെ മോൾക്ക് പോരാൻ പറ്റൂല. അപ്പോൾ മോളെ നമ്മൾ എളാപ്പാൻ്റെ കൂടെ അല്ലെങ്കിൽ അമ്മോൻ്റെ കൂടെ നാട്ടിൽ തന്നെ വിടും. 2 ദിവസം കഴിയുമ്പോൾ സ്പെല്ലിംഗ് ഒക്കെ ശരിയാക്കിയിട്ട് പിന്നെ വിസ പുതുക്കിയിട്ട് അവൾക്ക് നമ്മളെ അടുത്തേക്ക് വരാം. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്, ഈ മോളെ നമ്മൾ നാട്ടിലേക്ക് തന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചിട്ട് പിന്നെ ഈ ഉമ്മയും മക്കളും ഭർത്താവും കൂടിയിട്ടൊരു യാത്ര ഉണ്ടാവുമല്ലോ വിമാനത്തിൽ ആദ്യമായിട്ട്, വല്ല സുഖം ഉണ്ടാവുമോ? ഈ ഭാര്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഓളിപ്പഞ്ഞ് രാത്രി എവിടെ കിടക്കാന്നാവും, ഇടി വെട്ടുമ്പോൾ അവൾക്ക് പേടിയാവുമെന്നാവും, ചോറ് തിന്നുമ്പോൾ മീൻ്റെ മുള്ളു കുത്തുമെന്നാവും. 18 വയസ്സായ പെൺകുട്ടിനെ കുറിച്ച് ഉമ്മാന്റെ ആകുലതയാണ് ഒക്കെ ഉണ്ടാവും. കാരണം അത്രയും സ്നേഹിക്കുന്നുണ്ട് ഉമ്മ മോളെ, അത്രയും സ്നേഹിക്കുന്നുണ്ട് ഉമ്മ മോളെ. ഞാനിപ്പോൾ എന്തിനകത്ത് പറഞ്ഞതെന്നറിയോ? 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്ന ഒരു ചെറിയ വേർപാട് ഇങ്ങനത്തെ ഒരു യാത്രയിലുണ്ടായാൽ നമുക്ക് ഇത്രയും വിഷമമുണ്ടാകുമെങ്കിൽ നാളെ നമ്മളെല്ലാവരും സകുടുംബം സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി എമിഗ്രേഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചില മക്കൾക്ക് ക്ലിയറൻസ് കിട്ടൂല. അല്ലാഹു പറയാണ്, വല്ലദീന ആമനു, സൂറത്തു തൂർ, വല്ലദീന ആമനു വതബഅതുഹും ദുരിയതഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുരിയതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. വിശ്വസിച്ച ആളുകളും ആ വിശ്വാസത്തിൽ അവരെ പിന്തുടർന്നവരും അൽഹഖ്നാ ബിഹിം ദുരിയതഹും, ഇവരെ നാം ഇപ്രകാരം തന്നെ അവിടെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടും. അല്ലാഹ് ഇനിയിപ്പോൾ ഓളെ അവിടെ ഉണ്ടാവുമോ? ഇങ്ങനെയാണ് ബേജാറെന്നുണ്ടെങ്കിൽ രണ്ടാളും അങ്ങോട്ട് പോകാൻ പോണില്ല. കാരണം ഈ കുടുംബനാഥനെ ഏൽപ്പിച്ചതാണ് ഈ സകുടുംബം. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫുസകും വഅഹ്ലീകും നാറ. പുരുഷനെ ഏൽപ്പിച്ചതാണ് സ്ത്രീ ഉൾപ്പെടെ മക്കളടക്കം എല്ലാവരുടെയും സ്വർഗപ്രാപ്തി ഉറപ്പുവരുത്തണം. അതിൽ ഇയാൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇയാളും പോടി പിന്നെ മിനിമം പാസ് മാർക്ക് വാങ്ങൂല. അപ്പൊ അത് ഗൗരവപ്പെട്ട വിഷയമാണ്. അപ്പൊ നിങ്ങളുടെ ഭാര്യമാരും പെൺമക്കളും അല്ലെങ്കിൽ മക്കളും വ്യവസ്ഥാപിതമായി ജുമാക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സകുടുംബം സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നതിന് നിങ്ങൾക്ക് പുറത്തൊരു അഡീഷണൽ സപ്പോർട്ട് കൂടി ഈ പള്ളി കമ്മിറ്റി തരുന്നു എന്നാണ്. അത് വേണ്ടെന്ന് വെക്കണോ? അത് വേണ്ടെന്ന് വെക്കലാണോ ബുദ്ധി? അത് പ്രയോജനപ്പെടുത്തലാണോ ബുദ്ധി? അതുകൊണ്ട് ഞാൻ പറയുന്നു, കുടുംബം എന്ന് പറയുന്നത് നാളെ സ്വർഗത്തിലും ഫാമിലി സ്റ്റാറ്റസ് എന്ന് ചിന്തിക്കണം. എന്നിട്ട് എന്നേക്കുമായിട്ട് നമ്മുടെ അരുമ മോൻ നമ്മളിൽ നിന്ന് അകന്ന് സഞ്ചരിക്കേണ്ടി വരും എന്ന് വന്നാലത്തെ സ്ഥിതി എന്തായിരിക്കും എന്ന് ഈ ഗൾഫ് യാത്രയുടെ ഉദാഹരണം വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കണം. ലിബറലിസത്തിന്റെ നൂതനമായ പലവിധത്തിലുള്ള തലതിരിഞ്ഞ വാദഗതികളുടെ, യുക്തിവാദത്തിന്റെ, റാഷണലിസത്തിന്റെ പലതരത്തിലുള്ള പുതിയ ചിന്താഗതികളും നമ്മുടെ മക്കളെ സ്വാധീനിച്ച് വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇസ്ലാമിക സംസ്കാരത്തിൽ ആത്മവിശ്വാസത്തോടെ നിലകൊള്ളാൻ പറ്റുന്ന തലമുറകളെ സൃഷ്ടിക്കുക എന്ന പണി അത് വളരെ ഗൗരവപ്പെട്ടതാണ്. ആ പണി നിർവഹിക്കാൻ നമ്മുടെ ഈ കൂട്ടായ സംരംഭത്തിന് സാധിക്കണം. അപ്പോ സ്വർഗത്തിൽ സകുടുംബം, സ്വർഗത്തിൽ കുടുംബ സമേതം ഫാമിലി സ്റ്റാറ്റസ് എന്ന ഒരു ലക്ഷ്യവും കൂടി മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ജീവിതം സെറ്റ് ചെയ്യാൻ. ബാക്കി എല്ലാ കാട്ടിക്കൂട്ടലുകളും ബാക്കി എല്ലാ കെട്ടുകാഴ്ചകളും തൽക്കാലത്തേക്ക് മാത്രമായിരിക്കും എന്ന് നമ്മൾ ഓർക്കണം. ആ ഒരർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ സംസ്കരിച്ചെടുക്കുന്നതിനും കുടുംബസമേതം സ്വർഗത്തിൽ നമ്മുടെ സീറ്റ് ഉറപ്പിക്കുന്നതിനുമുള്ള അതിന് നിമിത്തമാകുന്ന ഒരു കൂടിച്ചേരലായി ഈ കുടുംബ സംഗമത്തെ നാഥൻ സ്വീകരിക്കുമാറാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം എല്ലാവരോടെയും ഒപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്തിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് മഹത്തായ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.